കാണുമ്പോൾ ഉയരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവിനെ നമ്മോടുള്ള വലിയ സ്നേഹത്തെയാണ് നാം കാണുന്നത്. When we picture the Son Jesus at Calvary, we see the great love of the Father who is on the throne. അപ്പോസ്തലനായ യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോൾ നോസ്റ്റിസിസം വളരെ ശക്തമായി പ്രബലപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈ ലേഖനം എഴുതുന്നത്. And this is the time when there was mighty persecution during this time when he wrote this. ജ്ഞാനമാണ് മനുഷ്യന്റെ ശക്തിയെന്നും നോളജാണ് അറിവാണ് മനുഷ്യന്റെ ശക്തിയെന്നും പഠിപ്പിക്കുന്നതായ പ്രബലമായ ഉപദേശം വെളിപ്പെട്ട ഒരു കാലഘട്ടം. This was the time frame when they really taught the people that everything was controlled by the brain. എന്നാൽ സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുവാനുള്ളത് ലോകത്തിലുള്ള ജ്ഞാനത്തെക്കാട്ടിലും അറിവിനെക്കാട്ടിലും എത്ര ചിന്തിച്ചാലും തീരാത്ത ഒന്നാണ് കാൽവരി ക്രൂശിൽ പിതാവ് വെളിപ്പെടുത്തിയ നിത്യ സ്നേഹം എന്ന് പറയുകയാണ്. But Paul is clearly clarifying and teaching the people about more than any of the knowledge that we possess. The greatest thing that the Father God gave is His grace. Praise the Lord. ആ സ്നേഹത്തെ ധ്യാനിക്കുന്ന ഒരു ദൈവമായി നിന്ന് പോലും ഇന്ന് പകൽക്കാലം മൗനമായിരിക്കുവാൻ കഴിയുകയില്ല. All of the children of God that meditate on God's love cannot simply be quiet. ആ സ്നേഹമാണ് ഇന്ന് പകൽക്കാലം നമ്മെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. It is that love that brought us together here. ആ സ്നേഹമാണ് നമ്മെ ഇന്ന് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. That is the love that is sustaining us. ആ സ്നേഹമാണ് പ്രതികൂലത്തിൽ നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. It is that love that is strengthening us. ആ സ്നേഹമാണ് മുമ്പിൽ പ്രതികൂലം ഉണ്ടായിട്ടും ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. It is that love that is proclaiming us forward in that journey in the trial. Praise the Lord.